ഇത് കുറച്ച് സിൻസിയറാണെങ്കിലേ ഉടമ്പടി ഇങ്ങനെ പുതിയ സ്നേഹം നമ്മൾ ആദ്യം വായിച്ചല്ലേ വിലാപങ്ങൾ 3:22 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഏറ്റു പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിന്റെ സ്നേഹം അസ്തമിക്കണില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഗ്രഹണം സംഭവിക്കും. ഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രഹത്തിൻ്റെ മേലെ വേറൊരു ഗ്രഹത്തിന് നിഴൽ വന്നടിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാവും. എന്താണ്? പ്രകാശം തരത്തില്ല. കർത്താവ് അപ്പോൾ ഗ്രഹം അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമ്മളത് അനുഭവിക്കണില്ല. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ ഗ്രഹണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ദൈവം അവിടെ ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു അവസ്ഥ പലരുടെയും. ദൈവമുണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യണില്ല. ഏതോ ഒരു നിഴല്, പാപത്തിൻ്റെ ഒരു കരിനിഴല് ഇതിൻ്റെ പേര് ഇങ്ങനെ അടിച്ചു മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹം നമുക്ക് ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആഴമായ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുതാപത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹൗ ടു റിപ്പന്റ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെ റിപ്പന്റ് ചെയ്യും? അത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ അനുദപിക്കണം. അതാണ് വിഷയം. നമുക്കിഷ്ടമുള്ള അനുദപിക്കാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞത് എന്താണ്? കൽപ്പനകളാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് അനുദപിക്കണമെങ്കിൽ അവൻ നൽകിയിരിക്കുന്ന ഒരു ഫോർമാറ്റുണ്ട് അനുതാപത്തിൻ്റെ. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ മറ്റൊരു ദൈവം നിനക്കുണ്ടാകും. അപ്പോൾ ഈ മറ്റൊരു ദൈവം ആരും ആകാം. ജാതികളുടെ ദൈവങ്ങളാണ് തന്നെ ആകണം നിർബന്ധമില്ല. ദൈവസങ്കല്പങ്ങൾ തന്നെയാകണം നിർബന്ധമില്ല. നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ദൈവം. ദൈവത്തിനല്ലാതെ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് ദൈവമായിട്ട് മാറും. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മറ്റൊരു ദൈവം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 23. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. അപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും അത് ദൈവമായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അത് കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മളറിഞ്ഞത് ശരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇടവക പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ പാവത്തങ്ങളുടെ പള്ളിയിൽ പോലും നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ കാര്യം? കാറുള്ളവരെല്ലാം കാറ് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. അത് ആ മാവിൻ്റെ തൊട്ടിട്ട് മാറ്റിയിടാൻ പറഞ്ഞാൽ മാറ്റിയിടത്തില്ല. ജനത്തിന് ഇടയ്ക്കേണ്ടതിനെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാറും അത് കൊണ്ടുവന്നിട്ടുള്ള മനസ്സും എല്ലാം വേറൊരു ദൈവത്തെ കൊണ്ട് അവരെ സ്വാധീനപ്പെടുത്തി അതിന് അടിപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മൾ വേറൊരു സ്ഥാനക്കാര്യത്തിൽ ഇപ്പം ചിലർ പള്ളി വരുന്നില്ല. എന്തുകൊണ്ടാണ്? കാറില്ല, പള്ളി വരുന്നില്ല. കാലം മാറി. പണ്ടും മുണ്ടില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു 19 കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ഇടുന്നത്. എന്തുകൊണ്ടാണ് ചേട്ടത്തി പള്ളി വരാത്തത്? ചട്ടയും മുണ്ടില്ലെന്ന്. അപ്പം ചട്ടയും മുണ്ടും മേടിച്ചു കൊടുക്കും നമ്മൾ. ഇന്ന് അങ്ങനെയല്ല, കാറില്ല അതുകൊണ്ട് പള്ളി വരുന്നില്ല. അങ്ങനെ ഉണ്ട്. വണ്ടിയില്ല, പള്ളി വരുന്നില്ല. ബൈക്കാണെങ്കിലും ഇപ്പോൾ വണ്ടിക്ക് വന്ന് നടന്നു വരാൻ പറ്റത്തില്ല. ഇതൊരു മറ്റൊരു ദൈവമായിട്ട് ഈ ബൈക്ക് വർക്കൗട്ട് ചെയ്യും ചില സമയത്ത്. വണ്ടിയില്ല അതുകൊണ്ട് പള്ളി വരുന്നില്ല, കുർബാനയ്ക്ക് വരുന്നില്ല. എന്തൊരു ബന്ധമാണെന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ അറിയാതെയൊക്കെ ഇപ്പം ചില പറയത്തില്ലേ, ഉടുത്ത സാരി കഴിച്ചിട്ടിട്ടുണ്ട്. എന്താ കാര്യം? അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ നാത്തൂൻ അല്ലെങ്കിൽ ബന്ധു കൂട്ടുകാർ പള്ളി വരുന്നില്ല. അവർ വരുന്നില്ലെങ്കിൽ പിന്നെ നീ എനിക്ക് കൂട്ടില്ല, ഞാൻ പോയില്ലെന്ന് പറയും. അത്ര റിലേഷൻ്റെ ഉള്ളു. ദൈവത്തിനേക്കാൾ വലുത് കൂട്ടുകാരിയായിട്ട് വന്നിരിക്കുകയല്ലേ. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയണത്. മറ്റൊരു ദൈവത്തിൻ്റെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ വിളയാട്ടമാണ്.
ഇവരാരും ഉടമ്പടി ചെയ്യാൻ യാതൊരു ബാധ്യതയുമില്ല. ഇവർ ഉടമ്പടി ചെയ്യാൻ അധിക അവകാശമില്ല. ഉടമ്പടി ചെയ്യാൻ എന്താ കാര്യം? അവർ മറ്റൊരു ദൈവത്തെ, അത് ബന്ധുക്കളായിട്ടും സ്വന്തപ്പെട്ട വണ്ടിയായിട്ടും വീടായിട്ടും ഒക്കെ ഓരോ ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ വടി കൊടുത്ത് അടിമടിക്കുന്ന കക്ഷികളാണ്. ദൈവത്തിൻ്റെ അടുത്താണ് ഈ വിട്ടി വർത്താനൊക്കെ പറയണമെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പം തന്നെ കൗണ്ടഡ് ആകത്തില്ലേ? നിങ്ങളൊരു വയസ്സ് ജന്മമായിട്ട് ദൈവം കരുതത്തില്ലേ? മക്കളില്ലാത്തവർ എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളില്ലാത്തവരെയും അതുപോലെ തന്നെ വിവാഹം താമസിക്കുന്നവരും വീട് താമസിക്കുന്നവരും എന്തെങ്കിലും കാര്യങ്ങൾ താമസിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടും പ്രയത്നിച്ചും പ്രാർത്ഥിച്ച ഒരു സംഭവം നേടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഈ സംഭവം വീടോ നാടോ അല്ലെങ്കിൽ ഈ വീടോ വ്യക്തികളോ ദൈവത്തിൻ്റെ ഒരു അവതാരമായിട്ട് മാറും. അജ്ഞാതമായ അവതാരങ്ങൾ അനുദപിക്കുക എന്ന് പറയുമ്പോൾ ഈ അജ്ഞാത അവതാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പാരൽ ഗോഡ് അത് ഒരിക്കലും അതുമായിട്ട് നോക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുക്കൾ, വ്യക്തികള്, രാജ്യങ്ങള്, ഇടങ്ങള്, വീടുകള് എല്ലാം നിരുപാധികമായി കർത്താവുമായി ജീവിക്കുന്നതിന്റെ പേരില് ഒഴിഞ്ഞു കൊടുക്കുവാൻ എൻ്റെ ആത്മാവിനെ കൃപയുടെ വികാസം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ കാനഡയിൽ ഇടിച്ചു നിൽക്കും, ചിലക്ക് ആസ്ട്രേലിയയിൽ ഇടിച്ചു നിൽക്കും. ഒരിക്കൽ കയറിയൊരു വൈറസാണ് ഈ ആസ്ട്രേലിയൻ വൈറസ്. കാനഡ വൈറസ് ഉണ്ട്. അതുപോലെ ഓരോ ആ രാജ്യത്ത് എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി ഇവർ പഠിക്കണ കുഞ്ഞുനാൾ തന്നെ ആ രാജ്യത്ത് പോയാൽ ശരിയാകും. അപ്പം അതിനുവേണ്ടി മനസ്സ് ട്രെയിൻ ചെയ്ത്, ചിന്ത ട്രെയിൻ ചെയ്ത്, ശ്വാസം, അതുപോലെ ആലോചന എല്ലാം ചെയ്ത് ഇതൊരു മറ്റൊരു വൈറസായിട്ട് മറ്റൊരു ദൈവമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, അതെൻ്റെ ബൈബിളിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ, കർത്താവ് തിരുമനസ്സാണെങ്കിൽ നാളെ ഞങ്ങൾ ആ പട്ടണത്തിൽ പോകും. യാക്കോബ് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് 4:13 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പം ന്യൂസിലൻഡിൻ്റെ വൈറസ് കയറിയിട്ട് ന്യൂസിലൻഡ് വേറെ ഒരു ദൈവമായിട്ട് മാറരുത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളവർക്ക് ഞാൻ ന്യൂസിലൻഡിനെ വിശ്വാസിച്ചു, കർത്താവ് ഇപ്പോൾ അച്ഛൻ്റെ കൂടെ സംസാരിക്കുകയായിരിക്കും, എൻ്റെ കാര്യമായിരിക്കും പറയണം. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിരിക്കണേ ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിന്മേൽ കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ മർക്കട മുഷ്ടി എന്ന് പറയും, പിടിവിടാതിരിക്കും. അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, മാറ്റി ചിന്തിക്കണമെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഉടമ്പടിക്കുണ്ട്. ആ ഉടമ്പടി നമുക്ക് ഭയങ്കര നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അഗ്നി നക്ഷത്രം പോലെ കാലവർഷം വരുന്നതിന് മുമ്പ് അഗ്നി നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞില്ലേ 10 ദിവസം മുമ്പ്. അതുപോലെ അഗ്നി നക്ഷത്രം മോർണിംഗ് സ്റ്റാറായിട്ട് ഉദിച്ചത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്.
അമ്മ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, എന്താണ്? പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ഉടമ്പടി, അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് തന്നെ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരന്തത്തെ കവറിങ് ഉണ്ട് അതിൻ്റെ അകത്ത്, മനസ്സിലായില്ലേ? അതിനാണ് ഉപ്പ്, തേന്, കശുരൂപം, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കണേ. വരാൻ പോകുന്ന ദുരന്തം 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയണത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് പ്രകൃതി ദുരന്തമാകാം, ജീവിത ദുരന്തമാകാം. അപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേ എന്ത് ദുരന്തത്തിന് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഉടമ്പടിയും ഉടമ്പടി ജീവിതവുമാണ്. ഉടമ്പടി ജീവിതം നമുക്ക് എന്താ തരണത്? വരാൻ പോകുന്ന ദുരന്തങ്ങളെ നിന്ന് സംരക്ഷണം നൽകും. ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ ഒരു സാക്ഷ്യം എങ്ങനെയാണെന്ന് അറിയാമോ? ഇദ്ദേഹം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കുളു മണാളിലൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ചിലരൊക്കെ കുറേ കഷ്ടപ്പാടൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഒന്ന് ഫ്രഷ് ആകാൻ പോകണമെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ഈ ആൾക്കാർ ഒത്തിരി പേര് അങ്ങനെ പോകുന്നുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ ഫ്രഷ് ആകാൻ പോകും. ഞാൻ വനത്തിലേക്കേ പോകത്തുള്ളൂ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വനത്തിൽ പോകും. അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ച് അടിച്ചു പൊളിക്കാൻ പോകണമല്ല, അത് ശാന്തമായ പ്രകൃതിയിൽ വളരെ ചിലവ് കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചൊക്കെ ചിലവഴിച്ച് ഫ്രഷ് ആയിട്ട് പോകും. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, ഇവരെല്ലാം കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഫ്രഷാകാൻ വന്ന് ഫ്രഷായിട്ട് വരും, പ്രാർത്ഥിച്ച് ജപമാല അവിടെ കുർബാനയൊക്കെ ചൊല്ലി അങ്ങനെ പോരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ സാക്ഷ്യത്തിൽ പറയണത്, ഞാൻ കാശ്മീർ പോകാൻ വേണ്ടി 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത് വിനോദസഞ്ചാര ഏജൻസിക്ക് 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത്. അപ്പോൾ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി ബ്രെഡ് കേട്ട് അഡ്വാൻസ് കൊടുത്തവിടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡ് കേട്ട് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ട്, ബാലാവിൻ്റെ കഴുതയെക്കുറിച്ച് പറയുന്നുണ്ട്. നീ പോകുന്ന വഴികളിൽ നിനക്ക് ദുരന്തം ഉണ്ടാകുകയാണെങ്കിലേ അത് നിനക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കഴുതയെപ്പോലും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തും. ഇപ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന ദുർപ്രവാചകൻ ബാലാവിനെ ബാലാം പ്രവാചകനാണ്, പ്രവാചകനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ശപിക്കാൻ വേണ്ടി. അത് ദൈവത്തിൻ്റെ സ്വന്തം ജനതയായത് കാരണം ആ ശാപം, ആ പോകുന്ന പോക്ക് ദൈവഹിത പ്രകാരമല്ലാത്ത കാരണം, അത് ബാലാവിന് തന്നെ ആപത്തുണ്ടാകുന്ന കാരണം ദൈവം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ ബാലാവിന് മുമ്പ് ഒരു ദൂതനെ വിട്ടിട്ട് ദൂതൻ വാളുമായിട്ട് നിൽക്കണത് ഈ ബാലാൻ കാണത്തില്ല, കഴുത കാണും. കഴുത മാറി മാറി വരുമ്പോൾ ബാലാവിൻ്റെ അതിൻ്റെ പുറത്തിരിക്കണ ബാലാവിൻ്റെ കാല് ഭിത്തിയിൽ ഉരഞ്ഞു പോകുമ്പോൾ അരിശം പറഞ്ഞിട്ട് ഇപ്പം ഈ ബാലാം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന ദൂതനെ കാണുന്നില്ല, വഴി തടഞ്ഞ് നിൽക്കുന്ന ആളെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇയാളുടെ കഴുത തെമ്മടിത്തരം കാണിച്ച് കാരണം അയാളുടെ കാല് പോയി, അപ്പോൾ അയാളെ കഴുതയെ തല്ലും. അപ്പോൾ ഇതിൻ്റെ കഴുത സംസാരിക്കാൻ തുടങ്ങും. അതാണ് എൻ്റെ അപ്പോൾ ഈ പ്രവാചക വിഷയങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രസംഗവും കേൾക്കാം, സന്ദേശവും കേൾക്കാം. ഒരു പ്രസംഗമായിരിക്കും നിങ്ങൾ കേൾക്കണം, അതൊരു പ്രസംഗമല്ലേ എന്ന് പറയും. പക്ഷെ ദൈവ പൈതലാണെങ്കിൽ പറയും അത് പ്രസംഗമല്ല, സന്ദേശമാണെന്ന് പറയും. അതാണ് വിഷയം. അതാണ് സന്ദേശവും പ്രസംഗവും തമ്മിൽ. പ്രസംഗം കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയണത് ആ വിഷയത്തിൻ്റെ. സന്ദേശം ദൈവം നമ്മോട് അതിലൂടെ നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് നിന്നോട് സംസാരിച്ചാണെന്ന്. ദൈവത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്കിങ്ങനെ ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് പർട്ടിക്കുലറായിട്ട് നമുക്ക് പ്രത്യേക മെസ്സേജ് തരും. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമാണ്, രസമാണ്. ദൈവമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടിവെട്ട് ജീവിതമല്ലേ. അതായത് ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് അത് നിന്നെക്കാണെങ്കിൽ പറഞ്ഞിരിക്കണമെങ്കിൽ അത് നിനക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ വരും. അപ്പോൾ ഇൻറ്റിമേഷൻ ഔസേപ്പിതാത്തിനോട് പറഞ്ഞ് ഇത് നിനക്കുള്ള മെസ്സേജാണ്, നിൻ്റെ ഈ കാശ്മീർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജാണെന്ന് പറഞ്ഞു. ഉടനെ അത് വിശ്വസിച്ചു അദ്ദേഹം. അതാ ചിലർ വിശ്വസിക്കത്തില്ല. ചിലർ അതെനിക്ക് തോന്നിയാണെന്നൊക്കെ പറയും. ജഡിക മനുഷ്യന് അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും രണ്ട് സാരമില്ലേ. ഇപ്പോൾ ജഡിക മനുഷ്യനെ പറയുമോ അതെനിക്ക് തോന്നിയതാണെന്ന് പറയും. നമ്മൾ ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആത്മീയ മനുഷ്യൻ ആത്മാവിനാലും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും. ജഡിക മനുഷ്യൻ തട്ടിക്കളയും, അതെനിക്ക് തോന്നിയതായിരിക്കും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തോന്നണം. പക്ഷേ ഇദ്ദേഹം ഉടനെ അത് കട്ട് ചെയ്ത് കളയും. ഏതാണ് കാശ്മീർ ട്രിപ്പ് കട്ട് ചെയ്യും.
അപ്പോൾ ഉടനെ ഏജൻസി പറയും, അച്ഛായ 20,000 രൂപ വെറുതെ പോകും. ആ പോട്ടെ കർത്താവ്, ഞാൻ അങ്ങോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കണില്ലെന്ന് പറയും. അപ്പോൾ 20,000 രൂപ കളഞ്ഞുകൊണ്ട് പുള്ളി അത് കട്ട് ചെയ്യും. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ട്രിപ്പ് കാശ്മീരിൽ ചെല്ലുമ്പോൾ അവിടെ വെള്ളപ്പൊക്കമാണ്, കുറേ പേര് മരിച്ചു. അതാണ് വിഷയം. അപ്പം ആ ട്രിപ്പിൽ പോകേണ്ടതാണ്, കർത്താവുമായിട്ട് ബന്ധമുള്ള കാരണം ട്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ചില സമയത്ത് ഇതിനു വേണ്ടി മെയ്ഡപ്പ് ചെയ്ത് ദൈവമായിട്ട് നല്ല ബന്ധമില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കത്തില്ല. നമ്മൾ പോയി ദുരന്തം വലിച്ചു മേടിക്കും. ഇപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് മാതാവ് ഉടമ്പടി തന്നിരിക്കണം. അപ്പോൾ ഉടമ്പടി പാക്കേജിൽ സംരക്ഷണ പാക്കേജ് ഉണ്ട്, അതെപ്പോഴും നമ്മൾ അറിയണം. ഉടമ്പടി ഉഴപ്പിയ ആ ദുരന്തത്തിൻ്റെ സംരക്ഷണം പോവും, ചെന്ന് പണി മേടിക്കും. ഉടമ്പടി ഉഴപ്പുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. നമ്മൾ ഉടമ്പടി ഉഴപ്പും എങ്ങനെയെങ്കിലും തൽക്കാലം അത് ഞാൻ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്, അത് നടന്നില്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഉടമ്പടി ഉഴപ്പും. ഉടമ്പടി ഉഴപ്പുമ്പോൾ എന്താ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംരക്ഷണമുണ്ട്. അത് നിൻ്റെ പിന്നിലും പുറകിലുമൊക്കെ വരികയല്ലേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യ 52:12. ഐശയ്യ 52:12. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, കർത്താവ് നിന്റെ മുമ്പിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, നിങ്ങളുടെ പിൻകാവൽക്കാരൻ. നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അപ്പോൾ രണ്ട് സംരക്ഷണം, ഡബിൾ എഡ്ജ് സംരക്ഷണമാണ്. മുമ്പിലും നമുക്ക് പുറകിൽ കണ്ണിലല്ല, അതുകൊണ്ട് പുറകിലും ദൈവത്തിന് സംരക്ഷണം ഉണ്ടാവും. പിന്നെന്താണ്? മുമ്പിലും സംരക്ഷണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടുന്നത്, വേറെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ സംരക്ഷണമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ദൈവത്തെക്കാൾ ഉപരി മറ്റു വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കരുത്, എന്നെ അനുവദിക്കരുത്. ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംരക്ഷണം മാത്രമല്ല, എല്ലാ അതായത് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത്, നമ്മൾ സാക്ഷി അപ്പിടണം. നോക്കിക്കണേ, സാക്ഷി പറയണത് അദ്ദേഹം വാങ്ങിച്ച പുതിയൊരു സ്ഥലത്ത് വലിയ ഉയരമുള്ള ഒരു അകലെ, ആ സ്ഥലത്തിൻ്റെ നടുവാണ് ഒരു പഴയ വയസ്സൻ ആഞ്ഞിൽ നിൽക്കുക. അപ്പോൾ ഇത് കാറ്റത്ത് എങ്ങാനും ചെവിട് പറഞ്ഞ് വീഴുകയാണെങ്കിൽ ഇങ്ങനെ വീട് കുറച്ച് 10-20 മീറ്റർ അകലെയാണെങ്കിലും ഇത് ചാഞ്ഞ് നിൽക്കുന്ന സംഭവമാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഇയാളുടെ പെരയെ വന്ന് വീഴും. പക്ഷേ ആ മനുഷ്യനോട് വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നടുക്ക് നിൽക്കുന്ന ആഞ്ഞിലിയാണ്, ഇതുമായിട്ട് ബന്ധമില്ല. ശരിക്കും വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്നാലും പുള്ളിക്കാരൻ പേടിച്ചിട്ട് വെട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ്, അത് നിങ്ങളുടെ തലയിൽ വന്ന് വീണിട്ടില്ലല്ല, വീണ മുമ്പ് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് ഇത് വീഴുമെന്നും പറഞ്ഞുകൊണ്ട് ഗസ് ചെയ്തിട്ട് എൻ്റെ പുരയിടത്തിലെ വസ്തു എങ്ങനെയാണ് ഞാൻ കളയണത്, അതിന് റൈറ്റ് നിങ്ങൾക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല, ബ്ലോക്കാവും. ഇപ്പോൾ ഈ ബ്ലോക്ക് ജീവിതത്തിൽ ജീവിതം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണുന്നത് ജീവിതത്തിൻ്റെ സ്വാഭാവിക യഥാ വിഷയങ്ങളല്ലേ, അതിനെ എങ്ങനെയാണ് വചനവുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. എല്ലാം ഉടമ്പടിയുടെ പരിധിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ റഡാറിൽ വരുന്നതാണ് ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളും. അപ്പോൾ ഒരെണ്ണത്തിന് കർത്താവ് മറ്റതിന് RDO ആണെന്ന് പറയരുത്. അത് ഇപ്പോൾ പാർട്ടിക്കാരോട് ഇന്ന് പറഞ്ഞു, ചേട്ടാ ഈ ആഞ്ഞിന് വെട്ടണമെന്ന് പറഞ്ഞാൽ അവരോട് പറയും അത് RDOക്ക് പെറ്റീഷൻ കൊടുക്കണം, അതിന് വില്ലേജ് ഓഫീസിൽ പോയി വേണമെന്ന് പറയും. അതാണ് എൻ്റെ ലോകത്തിലെ നിയമം, അതാണ് നിയമം. അപ്പം അങ്ങനെ RDO വന്നാലും വെട്ടാൻ പറ്റത്തില്ല. കാര്യം ഇത് പറമ്പിൽ നിൽക്കുകയാണ്, അവരുടെ പറമ്പിൽ നടുക്കെങ്ങനെ നിൽക്കുന്ന സംഭവമാണ്. വല്ല അരികെ വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം, ഗസ് ചെയ്യാം, ഇത് വീഴുമെങ്കിൽ ഇങ്ങോട്ട് വീഴും. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത്, പക്ഷേ ഇത് ഉറഞ്ഞു നിൽക്കണ കാരണം അദ്ദേഹം പറഞ്ഞ് കമ്പി ഇടാന്ന് പറഞ്ഞു. അങ്ങനെ കമ്പി ഇട്ട് കൊടുത്ത്, കമ്പി ഇട്ട് വലിച്ച് കെട്ടി. പക്ഷേ കാറ്റ് വന്നപ്പോൾ കമ്പി പൊട്ടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി ചാഞ്ഞ സാധനം. അപ്പോൾ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ വെക്കാൻ പോണത് ഇതാണ് ഒരു കാര്യം, ഈ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കാൻ പോകുമ്പോൾ ഞാൻ ആഞ്ഞിലിയുടെ കാര്യമാണ് വെക്കണമെന്ന് പറഞ്ഞു. വെക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പുള്ളി വെച്ചില്ല. വെച്ചാൽ എഴുതാൻ പോകുകയായിരുന്നു. എഴുതാൻ പോകുമ്പോൾ ആ സെക്കൻഡ് തന്നെ ഈ പറമ്പുകാരൻ പുള്ളി വിളിക്കും, ആവശ്യപ്പെട്ടാ ഞാൻ ഈ സാധനം വെട്ടി കേട്ടെന്ന് പറയും. അത്രയും സ്പീഡാണിത്. ദുരന്തം ഉണ്ടാകാൻ പോകുന്ന ഉടമ്പടി ഇത്രയുമാണ് സ്പീഡായിട്ട് നിൽക്കണമെന്ന് ഓർത്തേക്കണം. ഇതെല്ലാം മാതാവ്
നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളാണ്. ഒരു വഴക്കൊഴിവാക്കി ഒരു ദൈവം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. ഇപ്പോൾ ആൾക്കാർ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കുന്നതിന് ചിലർ കഴിപ്പിക്കാത്തത്, ഡോക്ടർമാരാണെങ്കിൽ നഴ്സുമാരും ഒരിക്കലും. ഇപ്പോൾ പണ്ട് ഇവിടെ ഒരു നഴ്സ് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമായിരുന്നു. അവർ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ രോഗവും ക്ഷീണമൊക്കെ എന്നോട് പറയും. അവരൊക്കെ കോയിലെ നേഴ്സാണ്. എപ്പോഴും പറയും ഞാനിപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണു, അതിന് എത്ര കൊടുത്ത് കൊച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പോൾ ഞാനോടത്ത് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ വലിയ പിശാചാന സാധനമാണെന്നാണ്. അവർക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അത് കാരണം ഒരു ഗുളിക കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. പക്ഷേ കൊച്ചിനാണ് ക്ഷീണം മാറണമില്ല. കാര്യം എന്താ, ഈ ഗുളികയുടെ സൈഡ് എഫക്ട്സ് ഒക്കെ നേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അത് കൊടുക്കാനൊക്കെ മനസ്സില്ല, പക്ഷേ കൊച്ചു നന്നാകണമില്ല. ഒരു 10-20 വർഷം മുമ്പുള്ളതാണ്. ഇന്നാൾ ആ കൊച്ചു വന്നായിരുന്നു ഇവിടെ, മിട്ടിക്കനായിട്ട് ഒരു ജോലിയൊക്കെ കിട്ടിയാൽ വന്നായിരുന്നു ഇവിടെ. പണ്ട് അമ്മയുടെ അരയിരുന്ന് വന്ന കക്ഷിയാണ്. അപ്പോൾ എന്നാലും അതുപോലെ തന്നെയാണ് ഈ സൈഡ് ഇഫക്ട്സ്. ദൈവം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ ഉടക്കുകയോ വൈരാഗ്യങ്ങളുണ്ടാകുകയോ. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വിഷയം പകുതി ദൈവവും നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, പകുതി ദൈവവും പകുതി ഭൗതിക മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അല്ലാതെ ദൈവരാജ്യത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ദൈവരാജ്യത്തിൽ തന്നെ ഇപ്പോൾ ദൈവരാജ്യം തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാത്തിനേക്കാളും, അതായത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാര്യം ഉടമ്പടിയിൽ ആദ്യം പറഞ്ഞത് എന്താണ്, അവൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യ പൈതലെന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും തന്നെ ദൈവരാജ്യം ഉപയോഗിക്കും. ഈ പുതുമനയുടെ സാക്ഷ്യത്തിൽ വേറെ ഒരു സാക്ഷ്യമുണ്ട്. വേറെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് മഹതിന് കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആരും സാമ്പത്തികമായി ചതിച്ചു. സാമ്പത്തികമായി ചതിച്ച കാരണം അയാളോട് കടുത്ത വൈരാഗ്യം. ഇപ്പം കടുത്ത ബുദ്ധിയും ബോധമുള്ളവൻ, ദൈവത്തിന് അറിയാവുന്നവൻ കടുത്ത വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ കുർബാന സ്വീകരിക്കത്തില്ല. അലപരാധികൾ എന്തെല്ലാം വൈരാഗ്യം ഉണ്ടെങ്കിലും കുർബാന സ്വീകരിക്കും. അവിടെ നാശകോടാലി അവർ തന്നെ പാനം ചെയ്യും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നവൻ ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുർബാന സ്വീകരിക്കുമ്പോൾ. അതുകൊണ്ട് ഇവിടെ മനസ്താപണമൊക്കെ ചെല്ലിച്ച് കുറേ ഉപദേശങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് കുർബാന കൊടുക്കുന്നത് കൃപാസനത്തിൽ. പക്ഷേ എന്നാലും ചിലർ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും അവനെ പാപാവസ്ഥയിലും കുർബാന സ്വീകരിക്കും. അപ്പോൾ ഒരു ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു 7 പോയിൻ്റ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അയോഗ്യത കുർബാന സ്വീകരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അത് 3 പോയിൻ്റായിട്ട് റെഡ്യൂസ് ചെയ്യും. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറയും. നമ്മൾ സിവിൽ പോയിൻ്റ് കുറഞ്ഞുമ്പോൾ ലോൺ കിട്ടത്തില്ലല്ല, അതുപോലെ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറഞ്ഞാൽ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. കാര്യം വൈരാഗ്യത്തിൽ നിങ്ങൾ കുർബാന സ്വീകരിച്ചു, പകയിലും വിദ്വേഷത്തിലും കുർബാന സ്വീകരിച്ചു. വീട്ടിൽ മിണ്ടത്തില്ല ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും, പക്ഷേ കുർബാന സ്വീകരിക്കും. അതാണ് വിഷയം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നത് നിസ്സാര കാര്യമായിട്ടല്ല. കാര്യം കൃപ എന്താണ് കർത്താവിൻ്റെ ശരീരമെന്ന് വിവേചിക്കാതെയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് അവർ വന്ന് കുർബാന സ്വീകരിച്ച് നാട്ടുകാരെ കാണിക്കും. അപ്പോൾ നാട്ടുകാരെ കാണിക്കുമ്പോൾ ഞാൻ ഭക്തനാണ്, വിശ്വാസിയാണെന്നതും ഇവർ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എന്തോ ഓരോ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ കുർബാന പങ്കെടുക്കാത്തതിന് തുല്യമാണെന്നൊക്കെ പറയും. പക്ഷേ അത് അച്ഛന്മാർ പറഞ്ഞിരിക്കണത് എന്താ കാര്യം, കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയോടെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ പറയണത്.